ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അത്താഴം മുതൽ ഉച്ച വരെയുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അത്താഴത്തിന് എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അത്താഴത്തിന് ചോറ് കഴിക്കണമെന്ന്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് വറവെല്ലാക്കിയിട്ട് ചോറ് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ക്യാബേജും ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഒരു ഫ്രൈ പാനിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത്, എന്നിട്ട് അതിലേക്ക് ഞാനിതാ ക്യാബേജും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അങ്ങനെ കതുക്ക് ഇട്ട് പച്ചമുളകെല്ലാം ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. നോമ്പ് 22-ൻ്റെ മോർണിംഗ് ആട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആട്ടോ തോരൻ ഉണ്ടാക്കൽ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ ഇതാ തോരൻ അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത തോരൻ നമുക്ക് ഉണ്ടാക്കണം. അതിന് മുന്നേ ഞാൻ പപ്പടം പൊരിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതാ പപ്പടം ഇട്ട് കൊടുത്ത് പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത വറവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ക്യാപ്സിക്കമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാപ്സിക്കം തോരനാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് റെഡിയായി. പിന്നെ ഉള്ളത് കൊണ്ടാട്ടമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ച്. ഞാൻ കുറേ ആയിട്ടോ കൊണ്ടാട്ടമുളക് വാങ്ങിയിട്ട്, ഇതുവരെ ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പാം. അപ്പം പപ്പടം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ കുറച്ച് ചോറ് വിളമ്പാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോമ്പായിട്ട് പിന്നെ ചോറ് കിട്ടിയിട്ടേ ഉണ്ടായിട്ടില്ല. നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ്. പിന്നെ നോമ്പായിട്ടും ഫസ്റ്റ് വീക്ക് എന്തോ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. പിന്നെ ചോറ് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചോറ് കഴിക്കാമെന്ന്. അപ്പം അങ്ങനെ ഇതാ ക്യാബേജ് തോരനും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ തോരൻ ഇട്ട് കൊടുക്കാം. എനിക്ക് കോവക്ക വറവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോവക്ക വറവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം തോരനാക്കി. പിന്നെ നമ്മളെ കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടോ. പിന്നെ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഐലൻ്റെ കറിയാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കറി. പിന്നെ കുറച്ച് അച്ചാറും കൂടെ എടുത്തു. കാന്താരി നാരങ്ങ മിക്സ് ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. എന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കേ വേണ്ടു. ഇപ്പോൾ കൊതിയായിട്ട് വയ്യാട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിച്ചു. പിന്നെ ചായയും വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് ഞാൻ നിസ്കരിച്ചിട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഖുർആനൊക്കെ ഓതി, എന്നിട്ട് എന്താക്കി സുഖമായിട്ട് ഉറങ്ങിട്ടോ. പിന്നെ എഴുന്നേൽക്കുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വേഗം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ എന്താക്കണം, ബ്രഷ് ആക്കാണ് കേട്ടോ. അപ്പോൾ നേരമൊക്കെ പരപരാന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ വേഗം എന്താക്കി, ഫേസൊക്കെ കഴുകാണ്. ഞാൻ പിന്നെ മോർണിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഫേസ് കഴുകുമ്പം ആ ഒരു തണുത്ത വെള്ളത്തിനെ കൊണ്ട് തന്നെ കഴുകലാണ്. എന്നിട്ട് നേരെ ഞാൻ കിച്ചണിൽ പോയതാട്ടോ. കിച്ചണിൽ പോയി നോക്കുമ്പോഴത്തേക്കാണെങ്കിലും ഉമ്മ കടിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങി എണീച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ ഇതാ സ്നാക്സൊക്കെ നോക്കി, പിന്നെ കുറച്ച് സമയം പുറത്തൊക്കെ നോക്കിയിരുന്നിട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.